dear students, അപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. NTA അപ്ഡേറ്റ് ആണ്. As you know, നമ്മുടെ NEET 2026 May 3 നടന്ന എക്സാം ക്യാൻസൽ ചെയ്തു. അന്ന് തന്നെ NTA പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ NEET 2026 അപ്ലൈ ചെയ്ത എല്ലാ മക്കളുടെയും ആപ്ലിക്കേഷൻ ഫീ റീഫണ്ട് ചെയ്യുമെന്ന്. So even if you have paid some 1200 normal general fee അല്ല അതിനേക്കാൾ കുറവ് ഒരു 900 ആണ് 1000 ആണ് or നിങ്ങൾ എബ്രോഡിൽ നിന്നാണ് രജിസ്റ്റർ ചെയ്തത്, so you have to give some application fee of 9000 whatever, so ഈ എമൗണ്ട് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും നമ്മൾ ഇനി RE-NEET 2026 എഴുതുമ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ളവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ലേ? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. RE-NEET 2026 ഒരു എക്സാക്ട്ലി ഒരു ഡിഫറെന്റ് എക്സാം ആയിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് NTA. അത് നമ്മുടെ ക്യാൻസൽഡ് എക്സാമുമായിട്ട് ഒരു ബന്ധവുമില്ല. ആൻഡ് ഫോർ ദിസ് RE-NEET 2026 നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസും പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ കറന്റ്ലി നമ്മുടെ NEET 2026 അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ മക്കൾക്കും ഈ എമൗണ്ട് ഇപ്പോൾ തന്നെ റീഫണ്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഫോർ റീഫണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മളുടെ neet.nta.nic.in എന്ന വെബ്സൈറ്റിലേക്ക് എത്തുക. അവിടെ ചെന്നിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഇപ്പോൾ ഫീ റീഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ യു ക്യാൻ ഓപ്പൺ ടു ദിസ്. അവിടെ തന്നെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഹിയർ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പേയ്മെന്റ് ചെയ്തത്? മേ ബി ലൈക്ക് നിങ്ങൾ നീറ്റിന്റെ സമയത്ത് നിങ്ങളുടെ പേയ്മെന്റ് ചെയ്തത് ചിലപ്പോൾ കാർഡ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് പേയ്മെന്റ് ആയിരിക്കാം, ഈ നെറ്റ്വർക്കിംഗ് ആയിരിക്കാം. സോ വാട്ട് എവർ, സോ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഈ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടേതോ നിങ്ങളുടെ പാരൻസിൻ്റെതോ അല്ലെങ്കിൽ ഹൂസോഎവർ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏത് അക്കൗണ്ട് നമ്പർ ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ നെയിമും അക്കൗണ്ട് നമ്പറും IFSC കോഡും ബാങ്ക് എവിടുത്തെ ബാങ്ക് ആണെന്നുള്ള ഡീറ്റെയിലും കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചെക്ക് നമുക്ക് കൊടുക്കാൻ, ചെക്കിന്റെ ക്യാൻസൽ ചെക്കിന്റെ ഫോട്ടോ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷണൽ. യു ക്യാൻ എയ്തർ ഗീവ് ഇറ്റ് ഓർ നോട്ട്. അത് ശരിക്കും അക്കൗണ്ട് നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയാണ്. ആൻഡ് യു ക്യാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദീസ് റീഫണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ ടു ദാറ്റ് പെർട്ടിക്കുലർ അക്കൗണ്ട് നമ്പർ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു ക്ലോസിംഗ് ഡേറ്റ് ഉണ്ട്. 27th May 11:50 PM വരെയാണ് ശരിക്കും നമുക്ക് ഈ ഒരു റീഫണ്ടിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അവസാന ഡേറ്റ്. ഈ ഒരു ഡേറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളുടെ ഈ ഒരു പോർട്ടലിൽ ആഡ് ചെയ്യുക. സോ നല്ലപോലെ ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. നല്ലപോലെ തന്നെ നമ്മുടെ RE-NEETന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ കൊണ്ടോ ക്ലോസ് റിലേറ്റീവ്സിനെ കൊണ്ടോ നിങ്ങൾക്ക് ഇത് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ടേക്സ് വെരി ലെസ് ടൈം. സോ ഗോ ഓൺ വിത്ത് യുവർ പ്രിപ്പറേഷൻ ഫോർ RE-NEET 2020.